യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ വിശാലമായ വിഷയം നിങ്ങൾ മറന്നു പോകരുത്. ഈ ഭൂമിയിൽ ദൈവിക പ്രകാരം നമുക്ക് എപ്രകാരം ജീവിക്കുവാൻ സാധിക്കും, അതിന് ദൈവത്തിന്റെ വചനം നമുക്കായി പറഞ്ഞു തരുന്നതായ ഗൈഡൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതായ കാര്യങ്ങളെ ചുരുക്കത്തിൽ ഒന്ന് പ്രസ്താവിച്ച ശേഷം നമുക്ക് 12-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. കർത്താവ് യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും നാം അവനെ സ്വീകരിച്ച് അവൻ്റെ മക്കളായി തീരുമ്പോൾ ആ നിമിഷം മുതൽ ദൈവം നമ്മെ ആക്കുന്നത് ദൈവത്തിൻ്റെ കൂട്ടായ്മയിലാണ്, ദൈവത്തോടുള്ള ആ ഫെലോഷിപ്പിനാണ്. ദൈവത്തോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് സഭയിലൂടെ നമുക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. അതായത് ദൈവിക മർമ്മങ്ങളെ, അനാദികാലം മുതലുള്ള ദൈവിക മർമ്മങ്ങളെ ദൈവം വെളിപ്പെടുത്തുന്നത് ദൈവസഭയിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവസഭയുടെ ഭാഗമായി ഈ ഭൂമിയിലായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവസഭയിൽപ്പെട്ടവരാണ്. കർത്താവ് നമ്മെ അങ്ങനെയാണ് ഒരു ആത്മീയ സൗധമായി പണിതു വരുന്നത്. സഭ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യമല്ല, ഭൗതികമായ കാര്യമല്ല, മറിച്ച് സഭ എന്നുള്ളത് ഒരു ആത്മീകമായ സൗധമാണ്. ഇന്ന് ഈ ഭൂമിയിൽ സഭ എന്ന് വിഭാവനം ചെയ്തുകൊണ്ട് ചില ഓർഗനൈസേഷനുകൾ, അവയുടെ കെട്ടുപാടുകൾ, ഇവയൊക്കെ നമ്മൾ കാണാറുണ്ട്. എങ്കിലും അതല്ല സഭ എന്ന് പറയുന്നത്. സഭ എന്ന് പറയുന്നത് ആത്മീകമാണ്, അതൊരു ആത്മീക സൗധമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വിഭാഗീയ വ്യത്യാസമില്ലാതെ, സംഘടന വ്യത്യാസമില്ലാതെ ദൈവസഭയിൽ ആത്മീകമായി നമ്മൾ ആയിരിക്കുന്നു. എന്നാൽ ഫിസിക്കലി നമ്മൾ അപ്രകാരമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ അനുഭവമാണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സഭ എന്ന് പറയുന്നത്, അഥവാ നമുക്ക് കാണുവാൻ കഴിയുന്നതായ സഭ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഭയിലാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ സഭ എന്ന് പറയുന്നത് കേവലം ഒരു ചട്ടക്കൂട് മാത്രമല്ല. ആ സഭയിൽ 4 വിധമായ ശുശ്രൂഷകൾ വളരെ വ്യക്തമായി വെളിപ്പെടുന്നു. അങ്ങനെ ഈ 4 വിധ ശുശ്രൂഷകൾ ഉള്ള സഭയാണ് യഥാർത്ഥ സഭ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ധ്യാനിച്ചു അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. അപ്പോൾ ഈ വിധ ശുശ്രൂഷകളാണ് പുതിയ നിയമ സഭയ്ക്കുള്ളത്. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ ശുശ്രൂഷകൾ എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് നൽകിയത്. അതാണ് നമുക്ക് 12-ാമത്തെ വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള, അതായത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഞാൻ ആ വേദഭാഗം അവിടെ നിർത്തുകയാണ്. കാരണം ഈ ഒരു വാക്യം 13-ാമത്തെ വാക്യമായിട്ടും കണക്റ്റഡ് ആണ്. നമുക്ക് ഒരു പക്ഷേ ഇത് അല്പം വിഭജിച്ച് പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നതായ കാര്യം എന്താണ്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഈ 12-ാം വാക്യത്തെ നമുക്ക് ഒറ്റ വാക്കിൽ സംക്ഷിപ്തമാക്കുവാൻ കഴിയുമെങ്കിൽ അതിന്റെ പേരാണ് എക്യുപ്പിംഗ് ദ സെയിൻസ്, വിശുദ്ധന്മാരെ ഒരുക്കുക എന്നുള്ള ശുശ്രൂഷ. ഒരു ദൈവസഭയുടെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പറയുന്നതായ ഉത്തരം പലതായിരിക്കാം. ഒരുപക്ഷെ ഒട്ടുമിക്ക പേരും പറയുന്നത് പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരിക, ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാപികളായ ആളുകളെ യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എക്യുപ്ഡ് ആയിരിക്കണം. നമ്മൾ ഓരോരുത്തരും സജ്ജമായി തീരേണ്ടത് ആവശ്യമാണ്. ഇവിടെ ആ എക്യുപ്പിംഗ് എന്നുള്ള പദത്തിന് പുരാതന മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നതായ വാക്ക് കണ്ണി മുറിഞ്ഞു പോയതായ വല നെയ്തെടുക്കുക, അതേപോലെ തന്നെ പൊട്ടിച്ചിതറിപ്പോയതായ എല്ലുകളെ കൂട്ടിച്ചേർക്കുക, ഒരുപോലെ കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്. ഇതേ ഒരു വാക്കാണ് അപ്പോസ്തലൻ പൗലോസും ഇവിടെ ഉപയോഗിക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം തൻ്റെ ആ ആത്മീക വരങ്ങളെ നൽകുന്നത് വഴി നമ്മെ ഓരോരുത്തരെയും സജ്ജമാക്കുക. എന്തിനു വേണ്ടി സജ്ജമാക്കുക?
ദൈവം നമ്മെ വിളിച്ച വിളിക്ക് വേണ്ടി ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ 4 വിധ ശുശ്രൂഷകളും ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അത് ഈ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകൾ പോലും പലപ്പോഴും മറന്നുപോകുന്ന അനുഭവങ്ങളുണ്ട്. പ്രവചനവരം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ വരമുള്ള ആളുകൾ ചിന്തിക്കുന്നത്, അത് എനിക്ക് വേണ്ടിയാണ് ദൈവം തന്നത്, എനിക്ക് മിനിസ്റ്റർ ചെയ്യാനും എനിക്ക് അതുവഴി ജീവിക്കുവാനൊക്കെയുള്ള സാഹചര്യമാണ് പ്രവചന ശുശ്രൂഷ കൊണ്ട് ദൈവം ചെയ്യുന്നത്. നോ, അങ്ങനെയല്ല. പ്രവചന ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധന്മാരെ ഒരുക്കിയെടുക്കുക, അല്ലെങ്കിൽ ദൈവസഭയെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം അതിലില്ല. ഒരുപക്ഷെ അപ്രകാരമുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ നമുക്ക് ആളുകൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയുള്ള കൂട്ടായ്മകൾ നമുക്ക് നൽകുമായിരിക്കാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പണമല്ല പ്രധാനം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് ദൈവസഭയെ ഒരുക്കിയെടുക്കുക എന്നുള്ള ആ ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം ഇപ്രകാരമുള്ള ആത്മീക വരങ്ങളെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന് 7-ാം വാക്യത്തിൽ വളരെ സുവ്യക്തമായൊരു വാക്യം, പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഈ വേദഭാഗത്തോട് കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന, കുറച്ചുകൂടെ നമുക്ക് വിശദീകരണം നൽകുന്ന ഒരു വാക്യമുണ്ട്. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അപ്പോൾ നോക്കണേ, ദൈവം ഈ ആത്മാവിന്റെ പ്രകാശനം അഥവാ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ദൈവം നൽകുന്നത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഒരു വ്യക്തി എന്ന വണ്ണം ദൈവം നമുക്ക് ആത്മീക നന്മകൾ, ആത്മീക വരങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല, മറിച്ച് അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് വളരെ സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മളിവിടെ വായിച്ചതുപോലെ അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. വളരെ ലോങ് സെന്റൻസ് ആണ്. വളരെ സ്പ്ലിറ്റ് ചെയ്ത് സംസാരിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് സംസാരിക്കാനുണ്ട്. പക്ഷെ ഇവിടെ ആദ്യം പറഞ്ഞൊരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. വിശ്വാസത്തിലും, രണ്ടാമത്തത് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വാസത്തിൽ എന്തിലാണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം കർത്താവ് യേശുക്രിസ്തുവിലാണ് വിശ്വാസം, മറ്റൊന്നിലുമല്ല. ഒരു സഭയിലല്ല നമ്മുടെ വിശ്വാസം. കർത്താവ് യേശുക്രിസ്തുവിനേക്കാളും വലുതല്ല സഭ എന്ന് പറയുന്നത്. സഭയിലല്ല നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം കർത്താവ് യേശുക്രിസ്തുവിലാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരുമ്പോൾ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനവും നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരും. എന്താണ് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത്? പരിജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് സാധാരണയായി ലഭിക്കുന്നതായ അറിവിനേക്കാൾ ഉപരിയായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്സെറ്റിൽ ലഭിക്കുന്നതായ അറിവിനേക്കാൾ കൂടുതൽ ദൈവം നമുക്ക് തരുന്ന പരിജ്ഞാനം. ഒരു കാര്യം ഞാൻ പറയട്ടെ, പരിജ്ഞാനം എന്ന് പറയുന്നത് അതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പുസ്തകമില്ല. പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നുമല്ല. പരിജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പത്രോസിനോട് പറഞ്ഞില്ലേ, പത്രോസേ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തിപരമായിട്ടാണ് ദൈവം നമുക്ക് പരിജ്ഞാനം നൽകുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ എങ്ങനെ ഇടപെടണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും, നമ്മളെ അതിനുവേണ്ടി അഭ്യസിപ്പിക്കും. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഏലിയാവ് ഒരു പ്രാർത്ഥനയ്ക്ക് അനന്തരമായി ഒരു ദൂത് പ്രാപിച്ച് ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ ധാരാളം പ്രോട്ടോകോൾസ് അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത് ഏലിയാവ് നേരെ കൊട്ടാരത്തിലേക്ക് ചെന്ന് ആഹാബ് രാജാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. പക്ഷെ ഒരിക്കലും ചിന്തിക്കരുത് ഏലിയാവ് ആ രാജകീയ പ്രോട്ടോകോൾ എല്ലാം ലംഘിച്ചു വന്ന ആഹാബ് രാജാവിന് ഏലിയാവിന്റെ മേൽ ഒരു നടപടി എടുക്കാതെ വേണം ദൈവിക പരിജ്ഞാനത്താൽ നിറഞ്ഞ് പോയവനായ ഒരു ഏലിയാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആരായാലും ഏത് വ്യക്തിയാണെങ്കിലും ദൈവിക പരിജ്ഞാനത്തോടുകൂടെ ഒരു കാര്യം ചെയ്താൽ ആ വ്യക്തിയെ ദൈവം മാനിക്കുവാനിടയായി തീരും. വിശുദ്ധ ബൈബിളിൽ തന്നെ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങളെ നാടുവാഴികൾക്കും
കോടതികൾക്ക് മുമ്പാകെ കൊണ്ട് ചെല്ലുമ്പോൾ എന്തു പറയേണ്ടു എന്നോർത്ത് നിങ്ങൾ പ്രയാസപ്പെടരുത്. ആ നാളിൽ ഒരു മനുഷ്യനും പ്രതിവാദം പറയാൻ കഴിയാത്തതായ വാക്കുകളെ ഞാൻ നിങ്ങളുടെ നാവിൽ തരും. ഇതാണ് ദൈവിക പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് വളരെ ഐക്യതയുള്ളതായ പരിജ്ഞാനമാണ്. ഐക്യതയുള്ള പരിജ്ഞാനമില്ലെങ്കിൽ സഭയെ നമുക്ക് സഭ എന്ന് വിളിക്കുവാൻ കഴിയത്തില്ല. ഇന്ന് പല വിഷയങ്ങളിലും സഭ ചിതറിയിരിക്കുന്നതിന് കാരണം ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഇല്ലായ്മയാണ്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിലാകട്ടെ, ഒരു സഭയിലാകട്ടെ, ഞാനും നിങ്ങളും ദൈവമക്കളായി തുടരുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ടത് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിന്റെ ഐക്യതയിൽ നിൽക്കാൻ കഴിയണം നമുക്ക്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കാൻ കഴിഞ്ഞ സഭയിലെ ശുശ്രൂഷക വൃന്ദം, അല്ലെങ്കിൽ സഭയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് സ്പിരിച്വൽ ലീഡർഷിപ്പാണ്. അപ്പോൾ ഈ 4 വിധ ശുശ്രൂഷകളും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതിന് കാരണം ദൈവം നമ്മെ ഈ വിധമായ കാര്യങ്ങളിലേക്ക്, വിശ്വാസത്തിലേക്കും അതുപോലെ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്കും ഐക്യതയിൽ നിൽക്കുവാൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ വേദഭാഗത്തിന്റെ അടുത്ത ഭാഗങ്ങൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ ആത്മീക നേതൃത്വം എന്ന് പറയുന്നത്, നമ്മളിൽ അങ്ങനെ ഒരു ഗുണം സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ പരാജയപ്പെട്ടു എന്ന് വേണം കരുതുവാൻ. നമ്മൾ പോകുന്നതായ ആ പ്രാദേശിക സഭയിൽ നമുക്ക് അങ്ങനെയുള്ളൊരു അന്തരീക്ഷം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ ആ സഭ ഉണർത്തപ്പെടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിനായിട്ടുള്ള ഒരു ആഗ്രഹവും വീക്ഷണവും ദൈവം നമുക്ക് തരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരുങ്ങുവാൻ, സന്നദ്ധരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവവചനത്തിൻ്റെ പ്രകാശനം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, സഭയ്ക്കായി നൽകപ്പെട്ട നേതൃത്വത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അത് സ്പിരിച്വൽ ലീഡർഷിപ്പാണല്ലോ. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നേതൃത്വത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇങ്ങനെയുള്ള ഒരു ആത്മീക ലീഡർഷിപ്പിൻ്റെ കീഴിൽ ആയിരിക്കാൻ ഞങ്ങളേവരെയും അങ്ങ് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.